നോക്കിയത് ഒക്കെയായിരുന്നു മാർക്സിസം ആൻഡ് അപ്രോച്ചസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മാർക്സിസം എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് സിമ്പിളായ ഒരു ടോപ്പിക് അല്ല, അത് കോംപ്ലക്സ് ആണ്. പക്ഷെ നിങ്ങൾ അത്രയും കോംപ്ലക്സ് ആയിട്ട് പഠിക്കുന്നത് ഞാൻ പിന്നെ ഇതിൽ പറഞ്ഞു പോയപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാസ് ചെയ്ത ആൾക്കാരും ആ ഒരു മാർക്സിസത്തിന്റെ പോർഷൻ ഒന്നുകൂടെ കേൾക്കുക, എന്നിട്ട് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കുക, നമുക്കത് ക്ലിയർ ആക്കി പോവാം. ഓക്കെ, അപ്പോൾ അത് ഇച്ചിരി കോംപ്ലക്സ് ആയ ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞത് ഒരു ഫിലോസഫി ആണല്ലോ, അപ്പോൾ ഫിലോസഫി ആകുമ്പോൾ ഫിലോസഫിക്കലായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണത്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടെ കേട്ടിട്ട് മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിസം എന്താണ്, മാർക്സിസം എന്താണ്, ഇത് രണ്ടിനെ കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത്രയും കോംപ്ലക്സ് ആയിട്ട് നോക്കുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും പൊളിറ്റിക്കൽ സയൻസ് കരിയറായിട്ട് നോക്കുന്നവരായതുകൊണ്ടാണ് നമ്മൾ പെറ്റിന് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാർക്സിസത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം കമ്മ്യൂണിസവും മാർക്സിസവും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകർ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാനൊരു എക്സ്പ്ലനേഷൻ വച്ചത്. അപ്പം സംശയമുള്ളവർക്ക് ചോദിക്കാം. അപ്പം ഞാൻ ആ മോഡ്യൂളിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടില്ല അതിൻ്റെ, കാരണം ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണൽ തിരക്കുകളിലാണ്. ഞാനും കുറച്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഓക്കെ, അപ്പം ആ മോഡലിന്റെയും ഈ മോഡലിന്റെയും കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ക്ലാസ്സിൽ 2 മോഡ്യൂളിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ മോഡ്യൂൾ 2 അല്ല എടുക്കുന്ന, മോഡ്യൂൾ 4 ആണ്. ഞാൻ മോഡ്യൂൾ 4 എടുത്തതും എനിക്ക് പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാനും ഒരു കുറച്ച് ഓട്ടത്തിലേക്ക് പോയി. അത് ഞാൻ ഈ ആഴ്ച ഫ്രീ ആകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മോഡ്യൂൾ 4 എടുക്കുന്നത്. അപ്പൊ മോഡ്യൂൾ 1 കഴിഞ്ഞ് മോഡ്യൂൾ 1 കഴിഞ്ഞ് മോഡ്യൂൾ 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡെമോക്രസിയാണ് മോഡ്യൂൾ 4 പറയുന്നത്. ഈ മോഡ്യൂളും കൂടെ തീർത്തിട്ട് മോഡ്യൂൾ 1 മോഡ്യൂൾ 4 രണ്ടും നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, എനിക്ക് അതൊന്ന് സോർട്ട് ചെയ്യണം, ഗ്യാപ്പ് സമയം എടുക്കും. അപ്പൊ തിയറീസ് ഓഫ് ഡെമോക്രസിയെ കുറിച്ചുള്ള തിയറീസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് എലൈറ്റ് തിയറീസ് ആണ്. ഓക്കെ, എലൈറ്റ് തിയറീസ് ആണ് വിൽഫ്രഡ് പാരറ്റോ, ഗെറ്റേനോ മോസ്ക, റോബർട്ട് മൈക്കൽസൺ, സർട്ടോറി, ജിയോവാനി സർട്ടോറി എന്ന് പറയുന്ന 4 തിങ്കേഴ്സിന്റെ 4 തിങ്കേഴ്സിന്റെ എലൈറ്റ് തിയറി എന്താണെന്നാണ് നോക്കുന്നത്. അവർ എലൈറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ടെന്ന് പറയില്ലേ. എന്താണ് ഈ എലൈറ്റ് ക്ലാസ്? എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഐഡിയ എന്താണ് എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ? എലൈറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഐഡിയയിൽ? സുപ്പീരിയർ ക്ലാസ്. സുപ്പീരിയർ ക്ലാസ്. എന്തുകൊണ്ട് സുപ്പീരിയർ? എങ്ങനെയാണ് അവർ സുപ്പീരിയർ ആവുന്നത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുപ്പീരിയർ ക്ലാസ് ആണ് എലൈറ്റ് ക്ലാസ്. എങ്ങനെയാണ് അവർ സുപ്പീരിയർ ആവുന്നത്? സുപ്പീരിയർ ക്ലാസ് ആയി മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ഇന്നലെ മാർക്സിസം ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന്. ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എങ്ങനെയാണ് എലൈറ്റ് ക്ലാസ് ആയി മാറുന്നത്? എലൈറ്റ് ക്ലാസും ക്യാപിറ്റൽ ക്ലാസ് ഒക്കെ ഒന്നാണ്. കാസ്റ്റ്. ഓക്കെ, കാസ്റ്റ് ഒരു മാറ്ററാണ്. വെൽത്ത് ഒരു മാറ്ററാണ്. ബേസിക്കലി എലൈറ്റ് എന്നും അല്ലെങ്കിൽ നമ്മൾ മാർക്സിസം ഡിസ്കസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ എന്താണ് ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്ന ദോസ് ക്ലാസ് വിച്ച് ആർ ഹോൾഡിംഗ് ദ അപ്പർ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റി, ദേ വർ ക്യാപിറ്റലിസ്റ്റ് ത്രൂ ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. ഓണർഷിപ്പ് ഓഫ് ലാൻഡ് മാത്രമല്ല, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ, അപ്പർ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റി. ഈ അപ്പർ സ്ട്രാറ്റ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസം ഒക്കെ എടുത്ത് നോക്കിയാലും ഇതിനകത്ത് ഈ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് തന്നെയാണ് എലൈറ്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ എലൈറ്റ് ക്ലാസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് വെൽത്ത് ഉണ്ട് എന്നത് മാത്രമല്ല അവർ എലൈറ്റ് ആക്കുന്നത്. ഓക്കെ, അവർക്ക് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മുകളിൽ, ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മുകളിൽ, സൊസൈറ്റിയുടെ മുകളിൽ ഭീകരമായ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോഴാണ് ഇവർ എലൈറ്റ് ക്ലാസ് ആകുക. ഓക്കെ, അല്ലാതെ ഇവർ പറയുന്ന രീതിയിൽ എന്താണ് എനിക്ക് 4-5 ബിസിനസ് ഉണ്ട് അങ്ങനെ അല്ല എലൈറ്റ് ക്ലാസ് ആവുന്നത്. അല്ലെങ്കിൽ സോക്കോൾഡ് മാർക്സ് പറഞ്ഞതും ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആവുക എന്ന് പറഞ്ഞാലും എന്താണ്, കുറെ വെൽത്ത് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഈ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഉണ്ടാവുന്ന ഈ എക്കണോമിക് ബേസ് ഇവരെന്ത് ചെയ്യുന്നു, അത് ഈ പറയുന്ന പൊളിറ്റിക്സിനെയും നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ബാക്കിയുള്ള ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒക്കെ ലൈക്ക് ദ ക്ലർജി ഓർ ഫ്യൂഡൽ സൊസൈറ്റി ഇൻ ഫ്രാൻസ്. ഷുവർ, ക്ലർജി പോലെ തന്നെയാണ്. ക്ലർജിക്ക് എന്തുണ്ടായിരുന്നു? ക്ലർജിക്ക് ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ മേല് ഭീകരമായ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ ക്ലർജിയുടെ ഒരു ഗവൺമെന്റിന്റെ മേല് മീൻസ് അവിടുത്തെ ഇപ്പം ഫ്യൂഡൽ സൊസൈറ്റി ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു രാജഭരണം സെറ്റപ്പ് ആണ്. അല്ലെങ്കിൽ അവിടെ എന്തുണ്ടായിരുന്നു, ക്ലർജി അല്ലെങ്കിൽ
അപ്പം എന്താണ് ചർച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, ചർച്ച് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാജാവിന്റെ ഭരണം ഉണ്ടായിരുന്നു അല്ലെ. അവിടെ ഒരു 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 മൊണാർക്കി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മൊണാർക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അണ്ടറിലായിരുന്നു ക്ലർജി വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവർക്ക് എന്തുണ്ടായിരുന്നു, ഈ മൊണാർക്കിയിൽ ഭീകരമായ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എലൈറ്റ് തിയറിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ, ഈ എലൈറ്റ് ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലൈറ്റ് ക്ലാസ്സിന് ഭീകരമായ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ഓക്കെ, എലൈറ്റ് ക്ലാസ് ആയിരിക്കും ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പം ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സോറി, ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എന്തായിരിക്കും, എലൈറ്റ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നിയന്ത്രിക്കുന്നത് എലൈറ്റ് ക്ലാസ് ആയിരിക്കും എന്ന ഐഡിയ ആണ് എലൈറ്റ് തിയറി പറയുന്നത്. ഇത് തന്നെയാണ് മാർക്സിസത്തിൽ ക്യാപിറ്റൽ ക്ലാസിനെ കുറിച്ച് മാർക്സും പറയുന്നത്. അതായത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്താണ്, സമൂഹത്തിലെ പൊളിറ്റിക്കൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൈകാര്യം ചെയ്യുന്ന ക്ലാസ് ആണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്. ഒരുപാട് വെൽത്ത് ഉണ്ടായത് മാത്രം കൊണ്ട് നിങ്ങൾ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും ആവത്തില്ല, എലൈറ്റും ആവത്തില്ല. നിങ്ങൾക്ക് എന്ന് ഈ പറയുന്ന ഈ ലീഗൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എലൈറ്റ് ക്ലാസ് ആവുക. ഇപ്പം എന്താണ്, ചൈന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമല്ല, ഒരു കൈൻഡ് ഓഫ് ഒരു എന്താണ്, അവിടെ ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. പക്ഷെ ചൈന ഇപ്പോഴും സമ്മതിച്ചു തരില്ല ചൈന ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസം ആണ് ചൈനയിൽ ഉള്ളത്. ഓക്കെ, ക്യാപിറ്റലിസം ആണ്, ലിബറലിസം ആണ് ചൈനയിൽ ഉള്ളത് എന്ന് ചൈന സമ്മതിച്ചു തരില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ചൈനയിൽ ഇപ്പോഴും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിച്ചു തരില്ല ചൈനയിൽ ക്യാപിറ്റലിസം ആണ്. അത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ആശയപരമായിട്ട് കൂടിച്ചേർന്ന് അവർ സമ്മതിച്ചു തരില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർ അവകാശപ്പെടുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന എലൈറ്റ് ഗ്രൂപ്പ് ആവാനോ എന്ത് വേണം, ഭീകരമായ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ആ നാട്ടിലെ പൊളിറ്റിക്സിനെയും ആ നാട്ടിലെ ഈ പറയുന്ന എന്താണ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൈകാര്യം ചെയ്തത് ആരായിരിക്കണം, ഈ പറയുന്ന എലൈറ്റ് ക്ലാസ്സോ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സോ ആയിരിക്കണം. പക്ഷെ ചൈന പറയുന്നത് എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ പറയുന്ന എലൈറ്റുകളൊക്കെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് അവിടെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇല്ല എന്ന് പറയുന്നത്. അവരുടെ എന്താണ്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന വളരെ ശതകോടീശ്വരന്മാരായ ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, വളരെ റിച്ചായ വളരെ അഫ്ലുവന്റ് ആയ ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല, അവർക്ക് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോയിലും ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബിസിനസ് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം, എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പോളിസി എന്നെല്ലാം തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്താണ്. അല്ലാതെ ഈ പറയുന്ന എലൈറ്റുകൾക്കും ഇതിന്റെ അകത്തേക്ക് എന്താണ് ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവിടെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവകാശപ്പെടുന്നത്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇല്ല, അവിടെ ക്യാപിറ്റലിസ്റ്റുകളുണ്ട്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റുകളുണ്ട്, പക്ഷെ അവിടെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഇല്ല എന്നാണ് ചൈനയിൽ അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരുപാട് വെൽത്ത് ഉണ്ടായതുകൊണ്ട് നമ്മൾ എലൈറ്റ് ആവില്ല. പക്ഷെ എന്താണ്, ഈ പറഞ്ഞ രീതിയിൽ ഭീകരമായ ഇൻഫ്ലുവൻസ് ഒക്കെ ചെലുത്താൻ കഴിയുന്നെങ്കിൽ ആ സമയത്ത് എന്താണ്, നമ്മൾ ഒരു എലൈറ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഫ്രാൻസിന്റെ എക്സാമ്പിൾ കറക്റ്റ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് അവിടെ ഈ മൊണാർക്കിയുടെ അണ്ടറിലായിരുന്നു ഇതെല്ലാം വരുന്നത്. പക്ഷെ നമ്മൾ എലൈറ്റ് ക്ലാസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എലൈറ്റ് ഈ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഓക്കെ, ഈ എലൈറ്റ് ഈ പറയുന്ന സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അതാണ് നമ്മൾ ഈ ഫ്യൂഡൽ സിസ്റ്റത്തിനെ കുറിച്ച് മാർക്സ് പറഞ്ഞതിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു ഫ്യൂഡൽ സിസ്റ്റം. ഓക്കെ, ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. ഈ പറയുന്ന ക്ലർജി ഉണ്ട്, നോബിൾസ് ഉണ്ട്. ഓക്കെ, നോബിൾസ് ഉണ്ട്, പിന്നെ പെസൻസ് ഉണ്ട്, ഗിൽഡ്സ് ഉണ്ട്, അങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. അപ്പം അത് ഒന്നും കൂടി ഈ പറയുന്ന രീതിയിൽ ആ ഒരു കോംപ്ലക്സിറ്റി കുറയുന്നത് ക്യാപിറ്റലിസം എന്താണ്, ഈ ബൂർഷ്വാസി തൊഴിലാളി വർഗം പ്രൊലറ്റേറിയറ്റ് എന്ന് പറഞ്ഞൊരു ഡൈക്കട്ടമിയിൽ വന്ന് നിൽക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എലൈറ്റ് തിയറി നോക്കാം. അപ്പൊ നാല് മെയിൻ പ്രൊപ്പോണ്ടേഴ്സ്, 3 മെയിൻ ആണ് ഇതുള്ളത്. പരേറ്റോയും മോസ്കോയുടെയും മൈക്കിൾസിന്റെയും ആണ് മെയിൻ ഒരു ഐഡിയാസ് ഉള്ളത്. പിന്നെ നമ്മൾ ഇന്നത്തെ ജിയോവാനി സബ്റ്റോറിയുടെയും കൂടെ നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ വിൽഫ്രഡ് പാരറ്റോ പറഞ്ഞ എലൈറ്റ് തിയറി എന്താണെന്ന് നോക്കാം. ഹി ഗേവ് ഹിസ് തിയറി ഇൻ ഹിസ് ഫേമസ് വർക്ക് ദ മൈൻഡ് ആൻഡ് സൊസൈറ്റി. ഇതിനകത്തുള്ള എഴുത്തുകാരുടെ ബുക്കും വളരെ പ്രധാനപ്പെട്ട മൈൻഡ് ആൻഡ് സൊസൈറ്റിയെ കുറിച്ചൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ആരാ എഴുതിയത്? വിൽഫ്രഡ് പാരറ്റോ ആണ് എഴുതിയത്. ഓക്കെ, ഇൻഇക്വാലിറ്റി ഈസ് ഇന്നവിറ്റബിൾ ഇൻ സൊസൈറ്റി. ഇൻഇക്വാലിറ്റി ഈസ് ഇന്നവിറ്റബിൾ ഇൻ സൊസൈറ്റി. ഇന്നവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അനിവാര്യം. ഓക്കെ, ഇൻഇക്വാലിറ്റി എന്താണ്? ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം സൊസൈറ്റിയിൽ അനിവാര്യമാണ് എന്നാണ് വിൽഫ്രഡ് പാരറ്റോ പറഞ്ഞത്. അതെന്താണ്? അസമത്വം എന്ന് പറയുന്നത് അനിവാര്യമാണ്, എല്ലാ മനുഷ്യരും ഒരേ കണക്ക് ജീവിക്കുക എന്ന് പറയുന്നത് നടപടിയാവുന്ന കാര്യമല്ല. സം ഇൻഡിവിജ്വൽസ് ആർ സുപ്പീരിയർ ഇൻ ദർ ആട്രിബ്യൂട്ട്സ് ദാൻ അതർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ നോളജ്, ടാലന്റ്സ് എക്സെട്ര. എന്താണ് പറയുന്നത്? സം ഇൻഡിവിജ്വൽസ് ആണ്. അതെ, ചില ഇൻഡിവിജ്വൽസ് എന്താണ്? സുപ്പീരിയർ ആണ്. ഓക്കെ, ചില ഇൻഡിവിജ്വൽസിന് എന്തുണ്ട്? ചില ആൾക്കാരെ കാട്ടി ടാലൻസ് കൂടുതലായിരിക്കും, നോളജ് കൂടുതലായിരിക്കും, സ്കില്ല് കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടണം എന്ന് പറയുന്നത് നടപടിയാവുന്ന കാര്യമല്ല എന്നാണ് വിൽഫ്രഡ് പാരറ്റോ പറയുന്നത്.
Society consists of two classes: higher stratum, governing and non-governing elite; lower stratum, non-elite, masses. Okay. അപ്പം പുള്ളിക്കാരൻ എന്താണ് പറയുന്നത്? ഹയർ സ്ട്രാറ്റം ഉണ്ട് സൊസൈറ്റിയിൽ. എന്തുണ്ട്? രണ്ട് ക്ലാസ് ആണുള്ളത്. ഹയർ സ്ട്രാറ്റം ഉണ്ട്, ലോവർ സ്ട്രാറ്റം ഉണ്ട്. ഹയർ സ്ട്രാറ്റം എന്താണ്? ഗവേണിംഗ് ആൻഡ് നോൺ ഗവേണിംഗ് എലൈറ്റ്. അതായത് ഭരണം ഡയറക്റ്റ് ആയിട്ട് ഭരണം നിർവഹിക്കുന്ന എലൈറ്റ്സും ഉണ്ട്, നോൺ ഗവേണിംഗ് എലൈറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന ഭരണം നിർവഹിക്കുന്ന പൊസിഷൻസിൽ നിൽക്കാതെ പറയുന്ന രീതിയിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന എലൈറ്റ്സും ഉണ്ട്. ഓക്കെ. അപ്പൊ ആരാണ് എലൈറ്റ്സ് എന്ന് മനസ്സിലായല്ലോ. ലോവർ സ്ട്രാറ്റം, നോൺ എലൈറ്റ്സ്, അതാരാണ്? സാധാരണക്കാരായ മാസസ് ആണ്. ഓക്കെ, മാസസ് ആണ്, അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരാണ് നോൺ എലൈറ്റ്സ്. ഓക്കെ. സർക്കുലേഷൻ ഓഫ് എലൈറ്റ്, ഇതാണ് വിൽഫ്രഡ് പെരേറ്റോയുടെ ഐഡിയ. ഓക്കെ, ഇത് സത്യം പറഞ്ഞ താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പം എന്താണ് നമ്മളുടെ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ്. അപ്പൊ ഇതാണ് ഐഡിയ. ഓക്കെ, വിൽഫ്രഡ് പെരേറ്റോയുടെ മേജർ ഐഡിയ എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് ആണ്. അപ്പം ഹിസ്റ്ററി ഈസ് എ ഗ്രേവ്യാർഡ് ഓഫ് അരിസ്റ്റോക്രസീസ്. ഇത് എന്താണ് വിൽഫ്രഡ് പെരേറ്റോ പറഞ്ഞൊരു കോട്ടാണ്. ഓക്കെ, വിൽഫ്രഡ് പെരേറ്റോ പറഞ്ഞൊരു കോട്ടാണ് ഹിസ്റ്ററി ഓഫ് ഗ്രേവ്യാർഡ് ഓഫ് അരിസ്റ്റോക്രസി. പുള്ളി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എലൈറ്റ്സ് ആണല്ലേ. ഇപ്പൊ അരിസ്റ്റോക്രസിയെ കുറിച്ച്, അരിസ്റ്റോക്രാറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഗ്രീക്കിലൊക്കെ ഉണ്ടായിരുന്ന ഈ പറയുന്ന രീതിയിൽ ഒരുപാട് നോളജ് ഉള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഭീകരമായി ഇൻഫ്ലുവൻസ് ചെലുത്താൻ, സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്ന ഒരുപാട് ഈ പറയുന്ന ഭയങ്കര നോളജ് ഉള്ള ആൾക്കാരാണ് അരിസ്റ്റോക്രാറ്റ്സ് നമ്മൾ വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ, അവർക്കൊരു ഡോമിനൻസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ. അപ്പം ഈ പറയുന്ന ഹിസ്റ്ററി ഈസ് എ ഗ്രേവ്യാർഡ് അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് എപ്പോഴും ഒരേ അരിസ്റ്റോക്രാറ്റ്സ് അല്ല ലോകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ വളരെ പവർഫുൾ ആയ ഒരു അരിസ്റ്റോക്രാറ്റ് വരുന്നു. ഓക്കെ, ഒരു അരിസ്റ്റോക്രാറ്റ് വരുന്നു, വളരെ നോളജ് ഉള്ള അരിസ്റ്റോക്രാറ്റ് വരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? അതിലും നോളജ് ഉള്ള, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് വേറൊരു അരിസ്റ്റോക്രാറ്റ് വരുന്നു. ഓക്കെ, അപ്പൊ ഈ പറയുന്നത് ഈ വളരെ നോളജ് ഉള്ള ആൾക്കാരുടെ ഒരു സർക്കുലേഷൻ ആണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് എലൈറ്റുകളുടെ ഒരു സർക്കുലേഷൻ ആണ് ഈ പറയുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഹിസ്റ്ററി ഈസ് എ ഗ്രേവ്യാർഡ് ഓഫ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. അതായത് അരിസ്റ്റോക്രാറ്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതിനെ പിന്നെ മറിഞ്ഞു കിടന്നുകൊണ്ട് പിന്നീട് അരിസ്റ്റോക്രാറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അരിസ്റ്റോക്രാറ്റ്സ് ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കണക്ക് തന്നെ അരിസ്റ്റോക്രാറ്റ്സ് ഒരു സൈഡിൽ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതാണ് ഹിസ്റ്ററി ഈസ് എ ഗ്രേവ്യാർഡ് ഓഫ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് കമ്പോസിംഗ് ദ ഹിസ്റ്റോറിക് ഗ്രൂപ്പ് ചേഞ്ച് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അത് തന്നെ അതാണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഈ എലൈറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറയുന്ന വളരെ നോളജ് ഉള്ള ആൾക്കാർ എന്താവുന്നു? ഇവർ വരുന്നു. അപ്പം കുറച്ച് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? ഇത് വേറെ ഇവരെ കാട്ടി നോളജ് ഉള്ള, അല്ലെങ്കിൽ ഇവരെ കാട്ടി സ്കില്ലുള്ള വേറൊരാൾ വരുന്നു. അവർ അടുത്ത അരിസ്റ്റോക്രാറ്റ് ആവുന്നു. അങ്ങനെ ഉള്ള അരിസ്റ്റോക്രാറ്റ്സ് മാറി പുതിയ അരിസ്റ്റോക്രാറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഈ സർക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു അരിസ്റ്റോക്രാറ്റ് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ വേറെ അരിസ്റ്റോക്രാറ്റ്സ് വരുന്നു, ഇയാള് പിന്നെയും എന്താണ്, ഇയാളുടെ പൊസിഷനിലേക്ക് വേറൊരാൾ വരുന്നു. അപ്പൊ ഇതിങ്ങനെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ അകത്ത് മാത്രം? എലൈറ്റ്സിന്റെ ഉള്ളിൽ മാത്രം. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ എന്താണ്, കൂടുതൽ നോളേജും സ്കില്ലും ടാലന്റും ആട്രിബ്യൂട്ട്സും ഉള്ള സമൂഹത്തിലെ ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ മാത്രം ഒരു സർക്കുലേഷൻ നടക്കുന്നു എന്നൊരു ഐഡിയ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പവർ എന്ന് പറയുന്ന സംഭവം ഈ പറയുന്ന എലൈറ്റ്സിന്റെ ഉള്ളിൽ മാത്രം, ഈ പറയുന്ന രീതിയിൽ ഒരുപാട് നോളേജ് ഒക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിലേക്ക് മാത്രം ഒരു സർക്കുലേഷൻ നടക്കുന്നു എന്ന ഐഡിയ ആണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ് വെച്ച് പറഞ്ഞേക്കുന്നത്. ഓക്കെ, the elites composing this elite group change over a period of time. Okay, there is a graveyard of aristocracy. Circulation of elite is a process in which individuals circulate between elite and non-elite strata. Okay. അപ്പം ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ എലൈറ്റിൽ ഇതെന്താണ്, ഈ ഒരു തരത്തിലുള്ള സർക്കുലേഷൻ മാത്രമല്ല, അതായത് എലൈറ്റിൽ നിന്ന് എലൈറ്റിലേക്ക് മാത്രമല്ല, ഈ നോൺ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ എലൈറ്റ് ഉള്ള ആൾക്കാരും ഈ പറയുന്ന രീതിയിൽ അവരുടെ നോളജും ടാലന്റും അട്രിബ്യൂട്ടും ഒക്കെ പ്രൂവ് ചെയ്ത് വരികയാണെങ്കിലും അവർ ഈ പറയുന്ന എലൈറ്റ് സർക്കിളിലേക്ക് കയറി പോകും എന്നാണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതായത് എലൈറ്റ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടൊരു സാധനമല്ല എലൈറ്റ് സർക്കിൾ. ഓക്കെ, എലൈറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള സാധനമല്ല. നോൺ എലൈറ്റ്സും ഈ പറയുന്ന നോൺ എലൈറ്റ്സിനും എന്തുണ്ട്? അവരും ഈ പറയുന്ന രീതിയിൽ ആട്രിബ്യൂട്ടും സ്കില്ലും നോളജും ഒക്കെ വികസിപ്പിച്ചെടുത്ത് വരികയാണെങ്കിൽ അവർക്കും ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന എലൈറ്റ് സർക്കിളിലേക്ക് കയറി വരാൻ പറ്റും. ഓക്കെ, അവർക്കും ഈ സർക്കുലേഷന്റെ ഭാഗമാവാൻ പറ്റും. It also refers to a process where one elite replaces another elite. Okay, അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞാണ് ഒരു എലൈറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു അരിസ്റ്റോക്രാറ്റ് വരുന്നു. ഓക്കെ, ഒരു അരിസ്റ്റോക്രാറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് വരുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ബ്യൂറോക്രാറ്റ് വരുന്നു. അപ്പം അതെന്ത് പറ്റുന്നു? ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്ക് ഈ ബ്യൂറോക്രാറ്റ് മാറേണ്ടി വരും. ഓക്കെ, ഈ ബ്യൂറോക്രാറ്റ് മാറേണ്ടി വരും. അടുത്ത കുറച്ചും കൂടെ സ്കിൽഫുൾ ആയ, കുറച്ചും കൂടെ നോളജ് ഉള്ള അടുത്ത ആൾ വരുന്നു.
ഓക്കെ, ഇത് ഇങ്ങനെ ഒരു സർക്കിൾ മാത്രമല്ല, ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വേണമെങ്കിലും പോകാം. ഓക്കെ, നോൺ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ എലൈറ്റ് ആയിട്ട് വരാം. ഇതിനകത്തൊരു മേജർ മോട്ടിവേഷൻ ഓഫ് ആക്ഷൻ എന്നും പറഞ്ഞ് 6 റെസിഡ്യൂസ് എന്താണ് നമ്മുടെ വിൽഫ്രഡ് പെരേറ്റോ പറഞ്ഞിട്ടുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമല്ല. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ ഈ സർക്കുലേഷൻ ഓഫ് എലൈറ്റ് എന്ന് പറയുന്ന ഐഡിയ മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും തിയറി അതിനെ കോംപ്ലക്സ് ആക്കി കൊണ്ടുപോകുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലൈറ്റ് ആവാൻ, ഓക്കെ, ഒരു എലൈറ്റ് ആവുന്ന ആൾക്കാർക്ക് ഉണ്ടാവേണ്ട 6 റെസിഡ്യൂസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു 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 ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ടെൻഡൻസി ടു ഇൻവെന്റ്, ടെൻഡൻസി ടു കൺസോൾട്ടേറ്റ്, എക്സ്പ്രസ് ഫീലിങ്സ്, സോഷ്യബിലിറ്റി, എല്ലാവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴും ഒരു നല്ല ഇമേജ് കൊണ്ട് നടക്കുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ സോഷ്യൽ ഇവന്റ്സിന്റെ എറോട്ടിക് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന സോഷ്യൽ ഇവന്റ്സിന്റെ എറോട്ടിക് ടേംസ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്താണ് കുറച്ച് എന്താണ് ഭീകരമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എറോട്ടിക് എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സോഷ്യൽ ഇവന്റ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ഒരു ഇതുണ്ടല്ലോ, ഒരു നമ്മൾ സോഷ്യലൈസേഷൻ എന്ന പ്രോസസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പരിപാടികളെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു പെർസോണ ഉണ്ട്, ഒരു പെർസോണ. ഓക്കെ, ഒരു ഓറ ഉണ്ട് അല്ലെങ്കിൽ ഒരു പെർസോണ ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ എറോട്ടിക് ടേംസിൽ വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് പുള്ളി ഒരു 6 ടേമിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു എലൈറ്റിൽ ഉണ്ടാവേണ്ട 6 ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. ഓക്കെ, ഞാൻ അധികം എല്ലാം കോംപ്ലക്സ് ആക്കുന്നില്ല. പിന്നെ ഗെറ്റിയാനോ മോസ്ക. അപ്പൊ നമ്മൾ വിൽഫ്രഡ് പെരേറ്റോയുടെ ഐഡിയ ആണ് എന്ത്, സർക്കുലേഷൻ ഓഫ് എലൈറ്റ്. എലൈറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമല്ല, അതിങ്ങനെ സർക്കുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു എലൈറ്റ് ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞാൽ വേറൊരു എലൈറ്റ് ഗ്രൂപ്പ് വരും. എപ്പോഴും ഒരാളായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമായിരിക്കില്ല എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കണക്ക് തന്നെ അപ്സ് ആൻഡ് ഡൗൺ ആയിട്ടും എലൈറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. നോൺ എലൈറ്റ് സ്റ്റാറ്റിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവരവർ ഈ പറയുന്ന രീതിയിൽ സ്കില്ലും നോളജും ഒക്കെ വർദ്ധിച്ചെടുത്ത് വരികയാണെങ്കിൽ അവർക്കും ഈ പറയുന്ന എലൈറ്റ് സർക്കിളിലേക്ക് കയറി പോകാം, അവർക്കും പവർ ഹോൾഡ് ചെയ്യാം. അടുത്താണ് ഗെറ്റിയാനോ മോസ്ക. ഹി ഡെവലപ്ഡ് ഹിസ് തിയറി ഓഫ് എലൈറ്റ്സ് ഇൻ ഹിസ് വർക്ക് ദ റൂളിംഗ് ക്ലാസ്. അങ്ങനെ അടുത്തതാണ് ഗെറ്റിയാനോ മോസ്കയുടെ റൂളിംഗ് ക്ലാസ്. മറ്റേ പുള്ളിക്കാരൻ എഴുതിയ ബുക്ക് ഏതായിരുന്നു, മൈൻഡ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, മൈൻഡ് ആൻഡ് സൊസൈറ്റി ആണ് വിൽഫ്രഡ് പെരേറ്റോയുടെ റൂളിംഗ് ക്ലാസ് ആണ് ഗെറ്റിയാനോ മോസ്കയുടെ. അപ്പൊ പുള്ളി മോസ്ക ഗേവ് ദ പൊളിറ്റിക്കൽ ഫോർമുല. പുള്ളിയുടെയാണ് പൊളിറ്റിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ ആളുടെയാണ് എന്ത്, സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ്. ഇങ്ങനെ കമ്പയർ ചെയ്തങ്ങ് പഠിച്ചാൽ മതി. In every society, there are 2 classes: a class that rules, and a class that is ruled class. Okay, ruling class is always a minority, performs all political functions and monopolizes power, while ruled class is directed and controlled by ruling class circulations of elites. Okay, happens when ruling class lose command and political control, and when they fail to provide valuable service to masses. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ഈ നേരത്തെ നമ്മുടെ വിൽഫ്രഡ് പെരേറ്റോ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ് പറഞ്ഞത്. എന്താണ്, സൊസൈറ്റിയിൽ 2 ക്ലാസ്സേ ഉള്ളൂ. ഓക്കെ, ഒന്ന് എന്താണ് റൂളിംഗ് ക്ലാസ്സും ആണ്, മറ്റേ എന്താണ് റൂൾഡ് ക്ലാസ്സും ആണ്. ഓക്കെ, റൂളിംഗ് ക്ലാസ്സും ആണ്, റൂൾഡ് ക്ലാസ്സും ആണ്. റൂളിംഗ് ക്ലാസ് എന്താണ്, റൂളിംഗ് ക്ലാസ് സ്വാഭാവികമായിട്ടും മൈനോറിറ്റിയാണ്, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും റൂളിംഗ് ക്ലാസ്. അവരാണ് സമൂഹത്തിലെ എല്ലാ പൊളിറ്റിക്കൽ ഫംഗ്ഷനും മോണോപോളൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അവരായിരിക്കും അതിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അവർ മാത്രമാണ് സമൂഹത്തിലെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഗൽ ഫംഗ്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗെറ്റിയാനോ മോസ്ക പറയുന്നത് ഈ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സിൽ നമ്മൾ വിൽഫ്രഡ് പെരേറ്റോയുടെ എങ്ങനെ പറഞ്ഞത്, ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും വേറെ എലൈറ്റ്സ് വരും. ഓക്കെ, ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും വേറെ എലൈറ്റ്സിലേക്ക് ഈ പവർ മാറിപ്പോകും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇവിടെ ഗെറ്റിയാനോ മോസ്ക പറയുന്നത് വെൻ റൂളിംഗ് ക്ലാസ് ലൂസ് കമാൻഡ് ആൻഡ് പൊളിറ്റിക്കൽ കൺട്രോൾ ആൻഡ് വെൻ ദേ ഫെയിൽ ടു പ്രൊവൈഡ് വാല്യുബിൾ സർവീസസ് ടു മാസ്. അതായത് ഈ പറയുന്ന സർക്കുലേഷൻ എപ്പോൾ നടക്കും എന്ന് പറഞ്ഞാൽ എപ്പോ ഈ പറയുന്ന എലൈറ്റ്സ് മാസസിന് കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന പൊളിറ്റിക്കൽ കൺട്രോളും കാര്യങ്ങളും ഒക്കെ എപ്പം എന്താണ് പൊളിറ്റിക്കൽ കൺട്രോളൊക്കെ എന്ന് നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം, ഈ പറയുന്ന മാസസ് സാറ്റിസ്ഫൈ ആയി നിൽക്കണം. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ മാസത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ, വർക്കിംഗ് ക്ലാസ്സിന് എപ്പോഴും എന്ത് ചെയ്ത് വെക്കണം, ഈ പറയുന്ന റൂളിംഗ് ക്ലാസ് സാറ്റിസ്ഫൈ ചെയ്ത് വെക്കാൻ കഴിയുന്നിടത്തോളം കാലം മാത്രമേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് എലൈറ്റ്സ് റൂളിംഗ് ക്ലാസ് ആയിട്ട് നിൽക്കൂ എന്നാണ് ഗെറ്റിയാനോ മോസ്ക പറയുന്നത്. ഓക്കെ, എത്രത്തോളം കാലം നിങ്ങൾ കൊടുക്കുന്ന സർവീസ് എന്ന് തൊട്ട് ഡിറ്റോറിയേറ്റ് ചെയ്ത് തുടങ്ങുന്നോ, അല്ലെങ്കിൽ എന്ന് തൊട്ട് അത് മോശമാകുന്നോ, ഓക്കെ, നിങ്ങളുടെ സർവീസസ് ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നോ, അന്ന് എന്ത് പറ്റും, അന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ കൺട്രോൾ നഷ്ടപ്പെടും, നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ മേലുള്ള കമാൻഡ് നഷ്ടപ്പെടും. അപ്പൊ അവിടെ എന്ത് പറ്റും, അവിടെ ഒരു അട്ടിമറി ഉണ്ടാവും. ആ സമയത്ത് പുതിയൊരു റൂളിംഗ് ക്ലാസ് അവിടെ ഉദിക്കും. ഓക്കെ, പുതിയൊരു റൂളിംഗ് ക്ലാസ് ആയിരിക്കും ഈ പറയുന്ന രീതിയിൽ എന്താണ് പീപ്പിളിനെ ഡോമിനേറ്റ് ചെയ്ത് വരിക. ഓക്കെ, പുതിയൊരു റൂളിംഗ് ക്ലാസ്സിന് ആര് കൊടുക്കും, ഈ പറയുന്ന മാസസ് തന്നെ ഒരു പുതിയൊരു റൂളിംഗ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഐഡിയ ആണ് ഗെറ്റിയാനോ മോസ്ക പറയുന്നത്. അപ്പം
വിൽഫർ പാരറ്റോയുടെ ഐഡിയ എന്നുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. വിൽഫർ പാരറ്റോയുടെ ഐഡിയ പറയുന്നത് സർക്കുലേഷൻ ഓഫ് എലൈറ്റ് ആണ്. അതായത് ഈ പറയുന്ന എപ്പോഴും എലൈറ്റുകൾ എന്ന് പറഞ്ഞ സംഭവം ഫിക്സഡ് അല്ല, അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും ആർക്കാണോ കൂടുതൽ എന്താണ് നോളജ് ഉള്ളത് അവരിലേക്ക് ഈ സാധനം മാറിക്കൊണ്ടിരിക്കും, സ്കിൽ ഉള്ളത് അവരിലേക്ക് ഈ സാധനം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഗെറ്റിയാനോ മോസ്കോയിലേക്ക് വരുമ്പോൾ മോസ്കോ പറയുന്നത് സർക്കുലേഷൻ ഓഫ് എലൈറ്റ് ഒക്കെ നടക്കും. എപ്പോൾ നടക്കും? അതിങ്ങനെ നോളജ് ഉള്ള ആൾ വരുമ്പോഴല്ല നടക്കുന്നത്. എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലാണ് സമൂഹത്തിൽ പവർ ഉള്ളത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലാണ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എലൈറ്റുകളുടെ കയ്യിലാണ്. ആ ഗ്രൂപ്പുകൾ എലൈറ്റ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ മാസസിന്, ഓക്കെ, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട സർവീസസ്, ഓക്കെ, അവർക്ക് കൊടുക്കേണ്ട സർവീസസ് അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിൽ കൊടുക്കേണ്ട, ഓക്കെ, അവരുടെ വെൽഫെയറിനായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് കറക്റ്റ് ആയിട്ട് നടക്കാതിരിക്കുന്നു, ഓക്കെ, എന്നത് മുടങ്ങുന്ന സാഹചര്യം വരുന്നു. അപ്പൊ എന്ത് പറ്റുന്നു? അപ്പം ഇവർക്ക് ഈ പറയുന്ന മാസസിന്റെ മുകളിലേക്കുള്ള അവരെ മാസസിനെ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന റൂളിംഗ് ക്ലാസ്സിന് ഇവരുടെ മുകളിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും, അതോറിറ്റി നഷ്ടപ്പെടും. ആ സമയത്ത് അവിടെ ഒരു അട്ടിമറി ഉണ്ടാകും. അങ്ങനെ അട്ടിമറി ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ എന്ത് പറ്റുന്നു? ഈ പറയുന്ന റൂൾഡ് ക്ലാസ്, ഓക്കെ, ഈ പറയുന്ന റൂൾഡ് ക്ലാസ് തന്നെ ഒരു പുതിയൊരു ക്ലാസ്സിന്, ഓക്കെ, ഒരു പുതിയൊരു റൂളിംഗ് ക്ലാസ്സിന് ഉണ്ടാക്കിയെടുക്കും. അവര് വീണ്ടും എലൈറ്റ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഈ എലൈറ്റ് വേണമെങ്കിൽ മാറാം. ഈ എലൈറ്റ് എപ്പം മാറാം? ഈ പറയുന്ന രീതിയിൽ ഇവർക്ക് കൊടുത്തിരുന്ന സർവീസസ് സഫീഷ്യന്റ് ആയിട്ട് തോന്നില്ല എന്ന് തോന്നുന്ന ടൈമിൽ, ഓക്കെ, ഇവർക്ക് ഈ പറയുന്ന റൂളിംഗ് ക്ലാസ് നമുക്ക് തരുന്ന നമ്മളെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ സഫീഷ്യന്റ് അല്ല, ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം വീണ്ടും ഈ പറയുന്ന റൂളിംഗ് ക്ലാസ് മാറി വരാം. അല്ലാത്ത പക്ഷം എത്രത്തോളം കാലം മാസ് സാറ്റിസ്ഫൈ ചെയ്ത് തോന്നുന്നു അത്രയും കാലം റൂളിംഗ് ക്ലാസ് ഭരിച്ചുകൊണ്ടേയിരിക്കും, ഒരു പർട്ടിക്കുലർ ക്ലാസ് ഭരിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഗെറ്റിയാനോ മോസ്ക പറയുന്നത്. ഓക്കെ, അടുത്താണ് റോബർട്ട് മൈക്കിൾസിന്റെ അയൺ ലോ ഓഫ് ഒളിഗാർക്കി. ഓക്കെ, പുള്ളി പറഞ്ഞ ഐഡിയ ആണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി. അപ്പം ഗെറ്റിയാനോ മോസ്ക പറഞ്ഞാണ് പൊളിറ്റിക്കൽ ഫോർമുല, വിൽഫ്രഡ് പെരേറ്റോ പറഞ്ഞാണ് എന്ത്? സർക്കുലേഷൻ ഓഫ് എലൈറ്റ്, റോബർട്ട് മൈക്കിൾസിന്റെ ആണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി. ഓക്കെ, പുള്ളിയുടെ വളരെ ഫേമസ് ആയ പുസ്തകമാണ് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്, എ സോഷ്യോളജി സ്റ്റഡി ഓഫ് ദ ഒളിഗാർക്കിക്കൽ ടെൻഡൻസി ഫോർ. ഗെറ്റിയാനോ മോസ്കയുടെ പുസ്തകത്തിന്റെ പേര് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. റൂളിംഗ് ക്ലാസ്. ഓക്കെ, റൂളിംഗ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ ഡെമോക്രാറ്റിക് തിയറിയിലെ ആൾക്കാരുടെ പുസ്തകങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തന്നെ നോക്കിയെന്ന് വെച്ചാൽ ഇപ്പൊ റോബർട്ട് മൈക്കിൾസിന്റെ അയൺ ലോ ഓഫ് ഒളിഗാർക്കിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഹിസ് മെയിൻ വർക്ക് ഇസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, എ സോഷ്യൽ സ്റ്റഡി ഓഫ് ദ ഒളിഗാർക്കി ടെൻഡൻസി ഓഫ് മോഡേൺ ഡെമോക്രസി. അപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞ പുസ്തകമാണ് റോബർട്ട് മൈക്കിൾസ് എഴുതിയിട്ടുള്ളത്. അതിനകത്താണ് ഈ അയൺ ലോ ഓഫ് ഒളിഗാർക്കി പറഞ്ഞിരിക്കുന്നത്. All organizations, including those committed to democratic ideals and practices, will inevitably succumb to rule by an elite few. Okay, majority of human beings are apathetic, intolerant, and slavish, incapable of self-government. So therefore, they are dependent on leaders and submit themselves to oligarchy. അപ്പം ഓക്കെ, അപ്പം ഈ റോബർട്ട് മൈക്കിൾസ് കുറച്ചും കൂടെ റാഡിക്കൽ ആയിട്ടാണ് കാര്യങ്ങൾ സമീപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവരെല്ലാവരും പറയുന്ന ഒരേ ഐഡിയ ആണ്. ഓക്കെ, ഇവരെല്ലാം പറയുന്ന ഒരേ ഐഡിയ ആണ്. അതായത് സമൂഹത്തിലെ വളരെ ഒരു ഫ്യൂ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നും ഈ പറയുന്ന രീതിയിൽ ഭരണം നിർവഹിക്കുക. ഓക്കെ, എലൈറ്റ്, ഈ പറയുന്ന സോക്കോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എലൈറ്റ് ഐഡിയയുടെ അല്ലെങ്കിൽ എലൈറ്റ് ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സോക്കോൾ കുറച്ച് ആൾക്കാരായിരിക്കും എന്ന് ഈ പറയുന്ന സമൂഹത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ലഭിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഐഡിയ ആണ് പറഞ്ഞു നോക്കുന്നത്. All organizations, including those committed to democratic ideals and practices, will inevitably succumb to rule by a few, an oligarchy. Okay, അപ്പൊ എന്താണ് ഒളിഗാർക്കി? ഒളിഗാർക്കി എന്താണ് ഒളിഗാർക്കി? ഒളിഗാർക്കി എന്താണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അരിസ്റ്റോക്രസി എന്നൊക്കെ പറഞ്ഞു. അരിസ്റ്റോക്രസി ഒരു ടൈപ്പിൽ ഒളിഗാർക്കിയാണ്. അരിസ്റ്റോക്രസി നമ്മൾ ഇതേ തന്നെ ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ എലൈറ്റ്സിന്റെ റോളിനെയാണ് നമ്മൾ ഒളിഗാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വളരെ ചുരുക്കം ഈ പറയുന്ന ഒരുപാട് വെൽത്തും പൊളിറ്റിക്കൽ പവറുള്ള ആൾക്കാർ ഭരിക്കുന്ന ഒരു കാര്യത്തിനാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. റോബർട്ട് മൈക്കിൾസ് ഇതിനെ സമീപിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ റോബർട്ട് മൈക്കിൾസ് പറഞ്ഞത് എത്രത്തോളം ഡെമോക്രസിയുടെ വാല്യൂ ഒക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനും ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടാവും? അവിടെ ഈ പറയുന്ന അവിടുത്തെ ആ കൂട്ടത്തിലെ എലൈറ്റിന്റെ റൂളായിരിക്കും നടക്കുക, അല്ലെങ്കിൽ ഒരു ഒളിഗാർക്കിന്റെ റൂളായിരിക്കും അവിടെയും നടക്കുക. പുള്ളി പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എന്താണ്? അപ്പത്തറ്റിക് ആണ്, ഇൻഡോളന്റ് ആണ്, സ്ലേവിഷ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു മെജോറിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ അപ്പത്തറ്റിക് ആണെന്ന് പറയുന്നത്. അതാണ് അപ്പത്തറ്റിക് ആണ്. അപ്പത്തറ്റിക് ഇൻടോളറന്റ് സ്ലേവിഷ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അത്രയും മോശമാണ്. ഓക്കെ, അവർക്ക് എന്തില്ല, അവർക്ക് ഭരിക്കാനുള്ള കഴിവില്ല, അവർക്ക് ഈ പറയുന്ന രീതിയിൽ റീസണിങ് അബിലിറ്റി കുറവാണ്. ഓക്കെ,
റീസണിങ് അബിലിറ്റി കുറവാണ്, അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്താണ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റി കുറവാണ്, സ്ലേവിഷ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സ്ലേവിഷ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് എപ്പോഴും ആരുടെങ്കിലും അണ്ടറിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അവർക്ക് മുന്നോട്ട് വരാനൊന്നും താല്പര്യമില്ല, അവർക്ക് ആരുടെയും അണ്ടറിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. അതേ ഡിസിഷൻ മേക്കിംഗ് ഒരു കേപ്പബിലിറ്റി കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് മെജോറിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്. മെജോറിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സിന് എന്തില്ല, ഈ പറയുന്ന രീതിയിൽ ഒരു റീസണിങ് അബിലിറ്റി കുറവാണ്. അപ്പം അവർക്ക് എന്താണ് ഈ സെൽഫ് ഗവേൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്തില്ല, എപ്പോഴും ആരെങ്കിലും ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തില്ല, ഈ പറയുന്ന സെൽഫ് ഗവേൺ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവര് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് തന്നെ ഏതെങ്കിലും ലീഡേഴ്സിലേക്ക്, ഈ പറയുന്ന കൂട്ടത്തില് കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള ഒരാളിലേക്ക് ഡിപ്പെൻഡന്റ് ആവുന്നു. അവര് തന്നെ അവരെ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു അവരെ ഗവേൺ ചെയ്യാനുള്ള അധികാരം ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും എന്താണ് നമ്മുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഒക്കെ എന്താണ് ഭയങ്കര സിമിലർ ആണ് അല്ലേ. സോഷ്യൽ കോൺട്രാക്ട് തിയറി റോബർട്ട് മൈക്കിൾ പറഞ്ഞത് ഭയങ്കര സിമിലർ ആണ്. സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ എന്താണ് പറയുന്നത്, സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ തോമസ് ഹോബ്സ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്മാരെന്താണ് ഈ പറയുന്ന രീതിയിൽ ഭയങ്കര സെൽഫിഷ് ആണ്, കാര്യമാണ്, ഭയങ്കര ബ്രൂട്ടിഷ് ആണ്. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാർ തമ്മിൽ എന്തുണ്ടാവുന്നു, അവിടെ തമ്മിൽ കെയോസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നു. അപ്പം അവരെ ഭരിക്കാനായിട്ട് എന്താണ് ഒരു കോൺട്രാക്ട് ഈ പറയുന്ന ഒരു സോവറിനായിട്ട് ഉണ്ടാക്കുന്നു, അവരുടെ പറയുന്ന കുറച്ച് റൈറ്റ്സ് അവിടെ കൊടുക്കുന്നു. അങ്ങനെ ഇവര് അവരെ ഗവേൺ ചെയ്യാൻ ഇവര് തന്നെ ഒരാളെ ഏൽപ്പിക്കുന്നു. അതേ ഐഡി തന്നെയാണ് റോബർട്ട് മൈക്കിൾസും പറഞ്ഞു വെക്കുന്നത്. മനുഷ്യന്മാർക്ക് എന്താണ്, മനുഷ്യന്മാർ സ്ലേവിഷ് ആണ്, അല്ലെങ്കിൽ എപ്പോഴും ഡിപ്പെൻഡൻസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒരു വലിയൊരു ശതമാനം മനുഷ്യന്മാരും. അപ്പൊ അവര് തന്നെ കുറച്ച് ആൾക്കാരിലേക്ക് ഇവരെ ഗവേൺ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. ഓക്കെ, ഇവരെ ഗവേൺ ചെയ്യാനുള്ള അധികാരം കുറച്ച് ആൾക്കാരിലേക്ക് ഇവര് തന്നെ കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു ഒളിഗാർക്കി ഫോം ആവുന്നു എന്ന ഐഡിയ ആണ് റോബർട്ട് മൈക്കിൾസ് പറയുന്നത്. അതിനെയാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് ഐഡിയ. ബേസിക്കലി ഇത് മൂന്നും എന്താണ് ഭയങ്കര സിമിലർ ആണ്. ഓക്കെ, ഒരു മൂന്നും പറയുന്ന ഏറെക്കുറെ ഒരു ഐഡിയ ആണ്. പിന്നെ എന്താണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അടുത്താണ് ജിയോവാനി സർട്ടോറിയുടെ. ഓക്കെ, ജിയോവാനി സർട്ടോറി കേട്ടോ. ജിയോവാനി ഇറ്റാലിയൻ ആണ്. ജിയോവാനി സർട്ടോറിയുടെ എലൈറ്റ് തിയറി കൂടെ നടക്കുന്നത്. ഓക്കെ, എലൈറ്റ് തിയറി കോമ്പറ്റീറ്റീവ് എലൈറ്റിസം. സർട്ടോറി വാസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ജോസഫ് ഷംപീറ്റർ. ജോസഫ് ഷംപീറ്ററും ഒരു ജർമ്മൻ പൊളിറ്റിക്കൽ തിങ്കറാണ്. He argued that democracy is not ruled by the people in a direct sense, but a system where voters choose between competing elites. Okay, നമ്മൾ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. അപ്പം സർട്ടോറി പറയുന്നതെന്ന് പറഞ്ഞാല് ഡെമോക്രസി നിങ്ങൾ പറയുന്ന പോലെ എന്താണ്, ജനങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ ജനങ്ങളുടെ ആധിപത്യം ഒന്നും അല്ല. ഓക്കെ, ജനങ്ങളാണ് ഭരിക്കുന്നത് എന്ന ഐഡിയ ഒന്നും അല്ല. സർട്ടോറി പറയുന്നത് ഇതൊരു സിസ്റ്റമാണ്. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. സിസ്റ്റം എന്താണ്, കോമ്പീറ്റിംഗ് എലൈറ്റ്സ്. ഓക്കെ, കുറെ എലൈറ്റ്സ് ഉണ്ടാവും, അതായത് 3-4 എലൈറ്റ്സ് ഉണ്ടാവും. നിങ്ങളുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എടുത്താലും നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നല്ല കേപ്പബിൾ ആയ ഡിസിഷൻ മേക്കിംഗ് പവറുള്ള, ഒരുപാട് റീസണിങ് എബിലിറ്റി ഉള്ള, ഒരുപാട് നോളജ് സ്കിൽ ഉള്ള കുറച്ച് പേര് മത്സരിക്കും. ഓക്കെ, കുറച്ച് പേര് മത്സരിക്കും. ആ എലൈറ്റ്സിൽ നിന്ന് കോമ്പീറ്റ് ചെയ്ത് നല്ലൊരാളെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് മാത്രമാണ് ഡെമോക്രസി. അല്ലാതെ ഈ പറയുന്നത് നിങ്ങൾ എന്താണ് സാധാരണക്കാരായ ആൾക്കാർ ഭരിക്കുന്ന ഒരു സിസ്റ്റം ഒന്നും അല്ല ഡെമോക്രസി എന്നാണ് സർട്ടോറി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ജിയോവാനി സർട്ടോറി പറഞ്ഞു വെക്കുന്നത് എന്താണ്, നമ്മുടെ ഒരു ഐഡിയയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യം ഒന്നല്ല, കോമ്പീറ്റിംഗ് എലൈറ്റ്സ്. ഓക്കെ, കുറെ എലൈറ്റ്സ് ഉണ്ടാവും, അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷനിൽ ഒരാളെ തിരഞ്ഞെടുക്കുക. ഓക്കെ, നിങ്ങളെ ഗവേൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഗവേൺ ചെയ്യാൻ വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കുക എന്നൊരു കാര്യം മാത്രമാണ് ഡെമോക്രസിയിലൂടെ നടക്കുന്നത്. ഓക്കെ, the polyarchy of merit. Okay, Sartori envisioned a healthy democracy as a polyarchy of merit. അപ്പം പുള്ളിയുടെ ഐഡിയ ആണ് കേട്ടോ ഈ ഓക്കെ, പോളിയാർക്കി ഓഫ് മെറിറ്റ് ആണ് ജിയോവാനി സർട്ടോറിയുടെ ഐഡിയ. ഓക്കെ, പോളിയാർക്കി ഓഫ് മെറിറ്റ് ആണ് ജിയോവാനി സർട്ടോറിയുടെ ഐഡിയ. സർട്ടോറി envisioned a healthy democracy as a polyarchy of merit, where the ruling elite is chosen based on competence and capability rather than just wealth or face. അപ്പം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറീസ് എന്നുള്ള ഒരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആണ്. ഈ തിയറി കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആണ്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് മെറിറ്റ് ഉള്ള ആൾക്കാരാണ് എലൈറ്റ്. ഓക്കെ, ഈ വെൽത്തും പറയുന്ന പൊളിറ്റിക്കൽ പവർ ഒന്നും അല്ല, കമ്പറ്റൻസി ഉണ്ടോ, ഓക്കെ, നിങ്ങൾ കേപ്പബിലിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടോ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിൾ ആണോ, ഡിസിഷൻ നിങ്ങൾ കേപ്പബിൾ ആണോ, ഒരു പ്രശ്നം ഉണ്ടായാലും സോൾവ് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആണോ, എത്ര ആൾക്കാരെ ഗവേൺ ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആണോ, നിങ്ങൾക്ക് കമ്പറ്റൻസി ഉണ്ടോ, നിങ്ങൾക്ക് റീസണബിലിറ്റി ഉണ്ടോ. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ എന്താക്കുന്നത്, ഒരു എലൈറ്റ് ആക്കുന്നത് എന്നാണ് നമ്മുടെ ജിയോവാനി സർട്ടോറി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വെൽത്തും പവറും ഫോഴ്സും ഒന്നും അല്ല. നിങ്ങൾക്ക് എന്താണ് ഇത്രയും എന്താണ് ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാരുടെ നല്ല ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആസ്പെക്ട് ഒന്നും അല്ല.
നിങ്ങൾക്ക് ഈ പറയുന്നത് കേപ്പബിലിറ്റി ഉണ്ടോ നിങ്ങളൊരു എലൈറ്റ് ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഈ സോ കോൾഡ് എലൈറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് മത്സരിച്ച് വേണമെങ്കിൽ വിജയിക്കാം. ഓക്കെ, ആൾക്കാരുടെ ഈ പറയുന്ന രീതിയിൽ ആൾക്കാരുടെ അപ്പീൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാം. ഓക്കെ, ആ ഐഡിയ ആണ് പോളിയാർക്കി ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് മെറിറ്റ് ആണ് നിങ്ങളെ എലൈറ്റ് ആക്കുന്നത്. ഓക്കെ, വെൽത്ത് അല്ല, വെൽത്ത് ഫോഴ്സും അല്ല, മെറിറ്റ് ആണ് നിങ്ങളെ എലൈറ്റ് ആക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു ഭയങ്കര ഡെമോക്രാറ്റിക് ഒരു തിയറിയാണ്, വളരെ മെച്ചപ്പെട്ട ഒരു ഡെമോക്രാറ്റിക് തിയറിയാണ് ഈ പറഞ്ഞത്. Procedural focus. For Sartori, democracy is defined by the procedures and methods by which governments are chosen, not just by mass participation. Okay, അപ്പം പുള്ളി പറയുന്നത് എന്താണ്, ഈ പ്രൊസീജിയർ ആണ്. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊസീജിയർ ആണ്. എന്താണ് ഈ പറയുന്നത്, ഇതിൽ മാസ് പാർട്ടിസിപ്പേഷൻ അല്ല ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഈ പറയുന്ന രീതിയിൽ കുറെ ആൾക്കാർ തമ്മിൽ പറയുന്ന ഒരു കൂട്ടം എലൈറ്റ്സ് തമ്മിൽ മത്സരിക്കുന്നു. അതിൽ നിന്ന് മികച്ച ഒരു എലൈറ്റിന് നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് ഇത്. ഓക്കെ, the role of parties. Political parties are the essential mechanism that produce, filter and present these competing ideas to the electorate. അപ്പോൾ പുള്ളി പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ പറയുന്ന എലൈറ്റുകളെ കണ്ടുപിടിക്കുന്നതിന് വലിയ ഒരു പാർട്ടി എന്നാണ് പറയുന്നത്. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും? പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ എലൈറ്റുകൾ തമ്മിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എലൈറ്റ്സിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നു. അപ്പം ഓരോ പൊളിറ്റിക്കൽ പാർട്ടി ഏതെങ്കിലും ഒരു ആസ്പെക്ടിനെ എന്താണ്, ഇപ്പം കേരളത്തിൽ നോക്കാം, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, BJP ഉണ്ട്. അപ്പൊ 3 പൊളിറ്റിക്കൽ പാർട്ടി ഐഡിയോളജിക്കലി 3 എന്താണ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർ തമ്മിൽ എന്താണ്, ഇവരുടെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എലൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇവരുടെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എലൈറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് മികച്ച ഒരു എലൈറ്റിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ആരാണ്? ഈ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഓക്കെ, അതിൽ നിന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരു മികച്ച എലൈറ്റിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പൊ ആ ഒരു ഫിൽട്ടർ ചെയ്ത് വരുന്ന 3-4 ആൾക്കാരുടെ മികച്ച 3-4 ആൾക്കാരുടെ നിന്ന് അതിലും മികച്ച ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുക്കും. ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പാർട്ടീസിന് പൊളിറ്റിക്കൽ പാർട്ടീസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ജിയോവാനി സർത്തോറി പറയുന്നത്. പുള്ളി എഴുതിയ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പുസ്തകങ്ങളുണ്ട്. പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം. ഓക്കെ, പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പുസ്തകം. തിയറി ഓഫ് ഡെമോക്രസി റിവിസിറ്റഡ്, കമ്പാരിറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയറിംഗ്, പിന്നെ ഹോം എവിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹോം എവിഡൻസ് പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം ആണ് ജിയോവാനി സർത്തോറിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ബുക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ജിയോവാനി സർത്തോറിയുടെ ഐഡിയ ആണ് പോളിയാർക്കി ഓഫ് മെറിറ്റ്. ഓക്കെ, പോളിയാർക്കി ഓഫ് മെറിറ്റിലാണ് കാര്യം, വെൽത്തിലല്ല കാര്യം. ഓക്കെ, റോബർട്ട് മൈക്കിൾസിനാണ് അയൺ ലോ ഓഫ് ഒളിഗാർക്കി, പിന്നെ റൂളിംഗ് ക്ലാസ്, നമ്മുടെ പൊളിറ്റിക്കൽ ഫോമിന്റെ റൂളിംഗ് ക്ലാസ്. ഓക്കെ, പെറ്റന മോസ്കയുടെ, പിന്നെ നമ്മുടെ എന്താണ് മൈൻഡ് ആൻഡ് വെൽഫെയർ പാരറ്റോയുടെ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്. ഓക്കെ, ഇത് എലൈറ്റ് തിയറിയും അവരുടെ പുസ്തകങ്ങളും അവരുടെ ഐഡിയയും പറയുന്നുണ്ട് കേട്ടോ. ലോ ഓഫ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്, അയൺ ലോ ഓഫ് ഒളിഗാർക്കി, തിയറി ഓഫ് ഒപ്റ്റിമാലിറ്റി ഒന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കണ്ടംപററി, ഈ സിഗർ റൈറ്റ്സും ജെയിംസ് ബർൺഹാമും റോബർട്ട് പുട്നാമും എല്ലാം കുറച്ചും കൂടെ കണ്ടംപററി എലൈറ്റ് തിയറിസ്റ്റുകളാണ്. ഓക്കെ, അപ്പം ഇവര് പറഞ്ഞ ഐഡിയ നിങ്ങളുടെ സിലബസിലില്ല, അപ്പൊ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവർ എഴുതിയ പുസ്തകം നോക്കി വെക്കുക. ഓക്കെ, അവരെഴുതിയ പുസ്തകമാണ് പവർ എലൈറ്റും മാനേജർ റെവല്യൂഷൻ, ജെയിംസ് ബർൺഹാമിന്റെ, റോബർട്ട് പുട്നാമിന്റെ ബൗളിംഗ് എലോൺ. ഓക്കെ, അവരെഴുതിയ പുസ്തകം നോക്കി വെക്കുക. നിങ്ങളുടെ സിലബസിൽ കണ്ടംപററി എലൈറ്റ് തിയറിസ്റ്റുകളെ കുറിച്ചില്ല. ഇവരൊക്കെ കണ്ടംപററി എലൈറ്റ് തിയറിസ്റ്റുകളാണ്, സി റൈറ്റ് മിൽസും ജെയിംസ് ബർൺഹാമും റോബർട്ട് പുട്നാമും. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് റോബർട്ട് മിൽസ്, ഗെറ്റന മോസ്കെ, വിൽഫർ പാരറ്റോയും ജിയോവാനി സർത്തോറിയും മതി. അടുത്തതാണ് പ്ലൂറലിസം. ഓക്കെ, പ്ലൂറലിസം റോബർട്ട് ഡാരന്റെ സ്പെസിഫിക് പോളിയാർക്കി ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Pluralist theory is a perspective in political science that emphasizes the distribution of power among various groups in society. പ്ലൂറലിസം എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെയാണ്. അതായത് പവർ എന്ന് പറയുന്ന സാധനം സൊസൈറ്റിയിലെ വേരിയസ് ഗ്രൂപ്പ്സിലേക്ക്, ഓക്കെ, ഏതെങ്കിലും ഒരു സിംഗിൾ ഗ്രൂപ്പിലേക്ക് അല്ല, അല്ലെങ്കിൽ ഒരു എലൈറ്റ് ഗ്രൂപ്പിലേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സിംഗുലർ പവർ ഗ്രൂപ്പിലേക്ക് മാത്രം കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് പ്ലൂറലിസം പറയുന്നത്. ഓക്കെ, അതായത് പവർ എന്ന് പറയുന്ന സാധനം എന്തെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേരിയസ് ഗ്രൂപ്പ്സിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് among various groups in the society irrespective of their caste, class, wealth, elite, all other perspective. Okay, അപ്പോൾ it suggests that power is not concentrated in the hands of a single elite group, but rather dispersed among multiple competing interest groups. Okay, എന്താണ് ഒരു സിംഗിൾ എലൈറ്റ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ എലൈറ്റ്. ഓക്കെ, അത് പല ഇൻട്രസ്റ്റുകളാകാം. ഓക്കെ, നമ്മൾ ഇപ്പൊ കേരളത്തിലെ കാര്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇൻട്രസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻട്രസ്റ്റ്, രണ്ടുപേരും പൊളിറ്റിക്സിൽ കാണുന്ന കാര്യമാണെങ്കിൽ അവരുടെ ഒരു വികസന മോഡൽസ് ആണെങ്കിലും, അല്ലെങ്കിൽ അവർ ഏത് ഐഡന്റിറ്റി പൊളിറ്റിക്കൽ, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി പാർട്ടിയാണ്. ഓക്കെ, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് പാർട്ടിയാണെന്ന് പറയുന്നത് അതൊരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ക്യാരി ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്, ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. ഓക്കെ,
അപ്പം അങ്ങനത്തെ ഉള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് പവർ എത്തിച്ചേരണം എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് പ്ലൂറലിസം പറയുന്നത്. റോബർട്ട് ടാലിന്റെ പോളിയാർക്കി ഒരു പ്ലൂറലിസ്റ്റ് ഐഡിയ ആണ്. അപ്പൊ റോബർട്ട് ടാലിന്റെ പോളിയാർക്കിയാണ് നമ്മൾ ഈ പ്ലൂറലിസം വെച്ച് നോക്കാൻ പോകുന്നത്. Definition of polyarchy. Polyarchy is a term coined by political scientist Robert Dahl. Polyarchy എന്ന് പറഞ്ഞ coin term ചെയ്താരാണ്? റോബർട്ട് ഡാൽ ആണ്. To describe a form of government characterized by competitive elections and political participation. Basically ഒന്നുമില്ല, എന്താണ് കോമ്പറ്റീറ്റീവ് എലക്ഷൻ. ഓക്കെ, കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതായത് വേരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെയും സമൂഹത്തിലുള്ള പല ഗ്രൂപ്പുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുകൊണ്ട്, ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, മാക്സിമം ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോമ്പറ്റീറ്റീവ് ഇലക്ഷൻ ഒരു ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ക്യാരക്ടറുള്ള ഇലക്ഷൻസിനെയാണ് നമ്മൾ, അല്ലെ ആ ഒരു സിസ്റ്റത്തിനെയാണ് പോളിയാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, പോളിയാർക്കി എന്ന് പറയുന്നത്. Competitive elections. In a polyarchy, elections are held regularly and multiple political parties have the opportunity to compete for power. This ensures that citizens have a choice and can hold their leaders accountable through voting. അപ്പം നമ്മുടെയൊക്കെ ഇവിടെ ഡെമോക്രാറ്റിക് ഒരു പരിപാടിയൊക്കെ പോളിയാർക്കിയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് കോമ്പറ്റേറ്റീവ് ഇലക്ഷൻ? അതായത് റെഗുലർലി എന്ത് നടക്കുന്നുണ്ട്? പോളിയാർക്കി സിസ്റ്റത്തിൽ എന്ത് നടക്കുന്നുണ്ട്? റെഗുലർലി ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, റെഗുലർലി ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതെന്താണ്, ഒരു പാർട്ടിക്കുള്ള ആൾക്കാരിലേക്ക് മാത്രം പവർ ഒതുങ്ങുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, അപ്പം ഹിന്ദു ഐക്യവേദി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ റിലീജിയന്റെ പരമായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റിലീജിയസ് ഗ്രൂപ്പ്സ് എന്താണ് പൊളിറ്റിക്സിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, റിലീജിയസ് ഗ്രൂപ്പ്സ് ഡയറക്ട്ലി ഇൻവോൾവ് ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിലും പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. പക്ഷെ റിലീജിയസ് ഗ്രൂപ്പ്സ് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഭരണത്തിൽ. അപ്പം റിലീജിയസ് ഗ്രൂപ്പ്സിന്റെ കാര്യം പറഞ്ഞാൽ അതൊക്കെ എന്താണ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഓക്കെ, അപ്പൊ അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാം എന്ത് ലഭിക്കുന്നുണ്ട്? പോളിയാർക്കിക്കൽ സിസ്റ്റത്തിൽ ഈ പറയുന്ന രീതിയിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാൻ, ഓക്കെ, ഒരു കോമ്പറ്റീഷനിലൂടെ നിൽക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ ഒരു അവസരം കിട്ടുന്നുണ്ട്. Political participation. Polyarchy emphasizes the importance of citizen participation beyond just voting. Okay, it encourages individuals to engage in political activities such as joining interest groups, attending public meetings, expressing their opinion. അപ്പം ഈ പറയുന്നത് എന്താണ്, നിങ്ങളൊരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോൾ അവിടെ എന്താണ് നടക്കുക? അവിടെ നിങ്ങളെ എന്താണ് ചുമ്മാ വോട്ട് ചെയ്തിട്ട് പോവുക എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമല്ല, നിങ്ങൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങളുടെ ഒരു കമ്മ്യൂണൽ പരമായ ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ. ഓക്കെ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുരോഗമന പ്രസ്ഥാനമാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് ഐഡിയാസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ വേറെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണലായ മാത്രമല്ല പല പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഒരുപാട് മീറ്റിംഗ്, പബ്ലിക് മീറ്റിംഗ്സ് ഉണ്ടാവും, നിങ്ങളുടേതായ സ്റ്റഡി സർക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദിയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു വേദിയാണ്. അപ്പം അവിടെ എന്ത് കൂടുന്നു? അവിടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആണ് കൂടുന്നത്. Deformed polyarchy. Dahl introduced the concept of deformed polyarchy to highlight the limitations of and shortcomings of real-world democracies. He argued that many so-called democracies fall short of the ideal polyarchy due to factors like inequality, limited political freedom, and the influence of powerful elites. അപ്പം ഡിഫോംഡ് പോളിയാർക്കി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫോംഡ് ആണെന്നാണ്. ഇപ്പം ഈ സോക്കോൾഡ് പോളിയാർക്കി എന്താണ്, എല്ലാവർക്കും ഒരേപോലെ കമ്പീറ്റ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെ പോളിയാർക്കിക്കലാണ് സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ എല്ലാവർക്കും, എല്ലാ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് നമ്മൾ പോളിയാർക്കിക്കൽ ആണെന്ന് പറയുക, അല്ലെ? പക്ഷെ ഡിഫോൾട്ട് പോളിയാർക്കി വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, പറഞ്ഞ രീതിയിൽ അസമത്വവും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡത്തിനൊക്കെ എന്ത് ചെയ്യുന്നത് ഒരു കപ്പയിൽ വിടുന്നു. ഇപ്പം ഇന്ത്യയിലെ തന്നെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭീകരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ UAPA എന്ന് പറയുന്നത് ആക്ട് ഉണ്ട് ഇന്ത്യയിൽ, അറിയായിരിക്കും. UAPA എന്ന അൺലോഫുൾ പ്രിവെൻഷൻ ആക്ട്. ഓക്കെ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. UAPA എന്ന് പറഞ്ഞ ആക്ട് മുഖേന ഇന്ത്യയിൽ എന്താണ് ഈ മൈനോറിറ്റി ഗ്രൂപ്പിൽ പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരെയാണ് അകത്താക്കിയിട്ടുള്ളത്. UAPAയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ വിചാരണ കൂടാതെ പിടിച്ചു വെക്കാൻ കഴിയും. ഓക്കെ, UAPA ആക്ട് ചുമത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വിചാരണ കൂടാതെ, ഓക്കെ, ട്രയൽ നടത്താതെ കുറെ കാലം ഈ കേസ് പിടിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. ഇന്ന് ഇന്ത്യയിലെ ജയിലുകളിൽ ഒരുപാട് വിദ്യാർത്ഥികളും ഈവൻ പ്രൊഫസേഴ്സ് വരെ, ഓക്കെ, ക്യാമ്പസിൽ പഠിച്ചിരുന്ന പ്രൊഫസേഴ്സ് വരെ സർക്കാരിനെതിരെ ഒപ്പീനിയൻ പറഞ്ഞു പോയി എന്നതുകൊണ്ട് പകർത്തിടക്കുന്ന ആൾക്കാരുണ്ട്. UAPA പോലൊരു ആക്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് ഏൽക്കുന്ന ഒരു അടിയാണ്. ഓക്കെ, ലിമിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഫ്രീഡം അവിടെ കമ്പയർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ അതേപോലെ ഒരുപാട് ഇൻസിഡൻസ്. ഇപ്പം
ജമ്മു ആൻഡ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഫ്രീഡം കർട്ടൈൽ ചെയ്യപ്പെട്ട് എന്താണ് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നാടാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അസമത്വം, ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കാസ്റ്റ് സിസ്റ്റം എന്താണ്, കാസ്റ്റ് സിസ്റ്റം അസമത്വം ക്രിയേറ്റ് സംഭവമാണ്. നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു സേഫ് നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് കാസ്റ്റിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ലാത്ത. ഓക്കെ, കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടില് വെള്ളപ്പൊക്കം വന്ന ടൈമില് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ബ്രാഹ്മണനായ ഒരാള് സാധാരണക്കാരൻ ഫുഡ് എടുത്തപ്പോൾ വാങ്ങി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആൾക്കാരുടെ മനസ്സിലുണ്ട്, പുറത്തു കഴിഞ്ഞാൽ അടി കിട്ടും എന്നൊരു അവസ്ഥ കേരളത്തിൽ ആ ഒരു വളരെ വളരെ ആൾക്കാർക്ക് ആ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ട്. ഓക്കെ, പക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ അതൊക്കെ എന്താണ്, ഇൻഇക്വാലിറ്റിയാണ്. ഓക്കെ, ലിമിറ്റഡ് പൊളിറ്റിക്കൽ ഫ്രീഡം. ഓക്കെ, ലിമിറ്റഡ് പൊളിറ്റിക്കൽ ഫ്രീഡത്തിന്റെ കാര്യമാണ് ഞാൻ യൂറോപ്യൻ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് പവർഫുൾ കാര്യം സമൂഹത്തിൽ എന്തുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് വളരെ വെൽത്തി ആയിട്ടുള്ള, ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള, ലീഗൽ ഇൻഫ്ലുവൻസസ് ഉള്ള ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ഇവരൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എന്താണ്, ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് കയറി മത്സരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു തരത്തിലുള്ള കൺസ്ട്രെയിന്റും ഇല്ലാതെ മത്സരിക്കാൻ കഴിയുന്ന ഒരു പോളിയാർക്കിക്കൽ സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. അതാണ് ഇതിനെ ഡിഫോംഡ് പോളിയാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതൊരു കറക്റ്റ് ഫോമിൽ വർക്ക് ചെയ്യുന്ന പോളി അല്ല, അത് ഡിഫോംഡ് ആണ്. ഓക്കെ, എന്നാണ് പറയുന്നത്. എലൈറ്റ് ഇൻഫ്ലുവൻസ്. Dahl's deformed polyarchy theory acknowledges that certain elements such as economic elites or influential interest groups may have disproportionate power and influence in political decision making. This challenges the notion of equal participation and highlights the potential for a late capture of the democratic process. നമ്മളിപ്പോൾ പറഞ്ഞാണ്, അതായത് എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുന്നതിൽ എന്തുണ്ട്, വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരെന്താണ്, അവർക്ക് എന്താണ് എലൈറ്റ് ഇൻഫ്ലുവൻസ് ഈ പോളിയാർക്കിയിൽ ഉണ്ട്. അതിങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന സർട്ടൻ ഗ്രൂപ്പുകൾക്ക്, ഓക്കെ, ഈ പറയുന്ന ചില സർട്ടൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ അവകാശങ്ങൾ അവിടെ നിഷേധിക്കപ്പെടാം. ഓക്കെ, അവിടെ നിഷേധിക്കപ്പെടാം. ഓക്കെ, കേരളത്തിൽ ഇപ്പൊ മൈനോറിറ്റീസിനെതിരെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എന്താണ്, നമുക്ക് ഈ പറയുന്ന രീതിയിൽ എലൈറ്റ് ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട്, ഈ എലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും മെജോറിറ്റിയുടെ ഐഡിയ പിന്തുടർന്ന ഒരു സമൂഹമായിരിക്കും എലൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ മെജോറിറ്റിനെ അപ്പീസ് ചെയ്ത് കൊണ്ടുപോകാനാണ് എപ്പോഴും എലൈറ്റുകൾ ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും മെജോറിറ്റിനെ അപ്പീസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക. അപ്പൊ എന്ത് പറ്റുന്നു, മൈനോറിറ്റീസ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പൊ കേരളത്തിൽ രണ്ട് സിസ്റ്റർമാരുടെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ രണ്ട് സിസ്റ്റർമാർ എന്താണ്, ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, നോർത്തിലങ്ങോട്ട് വെച്ചിട്ട് കുറെ അനുമാൻ സേന ഏതോ സേനക്കാർ പിടിച്ചിട്ട് മറ്റം കൊണ്ടുപോയതാണെന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പറഞ്ഞാൽ ഈ പറയുന്ന എലൈറ്റിസം ആണ് നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മെജോറിറ്റിയുടെ ഒരു എലൈറ്റിസം ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ എലൈറ്റുകൾ എപ്പോഴും ആരെ സംരക്ഷിക്കും, സമൂഹത്തിലെ മെജോറിറ്റിനെ സംരക്ഷിക്കും. ഓക്കെ, ഞാൻ ഭീകരമായി ക്ലാസ്സിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്നത് വിചാരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ് ആയതുകൊണ്ടാണ്. എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, importance of institutions. Dahl emphasized the role of institutions in maintaining and promoting polyarchy. Strong institutions such as independent judiciary and a free press are necessary to safeguard democratic principles and prevent the erosion of polyarchy. So polyarchical ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എന്ത് വേണമെന്നാണ് നമ്മുടെ റോബർട്ട് ഡാൽ പറയുന്നത്, ഒരു ഫ്രീ ജുഡീഷ്യറി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി വേണം. ഓക്കെ, എന്താണ് ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റം എന്തായിരിക്കണം, ഫ്രീ ഫ്രം കറപ്ഷൻ ആയിരിക്കണം, ഫ്രീ ഫ്രം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആയിരിക്കണം എന്നാണ് നമ്മുടെ റോബർട്ട് ഡാൽ പറയുന്നത്. ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണെന്നൊക്കെ പറയാട്ടോ, പറയാനേ പറ്റുള്ളൂ. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇന്ത്യയിൽ. അതാണെങ്കിൽ ഫ്രീ പ്രസ്. ഓക്കെ, ഫ്രീ പ്രസ് വേണം. മാധ്യമം എന്താണെന്നാണ് നമ്മൾ പറയുന്നത്, ഡെമോക്രസിയുടെ 4ാമത്തെ തൂണാണ് മാധ്യമം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു മാധ്യമം പോലും ഉണ്ടാവില്ല. ഓക്കെ, ഒരു മീഡിയ പോലും, ഏതെങ്കിലും പൊളിറ്റിക്കൽ എന്താണ് അലൈൻഡ് ആയിട്ടല്ലാത്ത ഒരു മീഡിയ പോലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് റെഫർ ചെയ്തില്ല, ഫ്രീ വോയിസസ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഓക്കെ, രാവിഷ് കുമാർ എന്ന് പറഞ്ഞ പഴയ NDTVയുടെ ഒരു നമ്മുടെ സീനിയർ എഡിറ്റർ ഇൻ ചീഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫ്രീ വോയിസസ്, രാവിഷ് കുമാറിന്റെ ഫ്രീ വോയിസസ് ഒരു പുസ്തകമുണ്ട്. NDTVയുടെ പഴയ ചീഫ് എഡിറ്റർ ആയിരുന്നു. ഇന്ത്യയിലെ ഭയങ്കര സെലിബ്രേറ്റഡ് ജേർണലിസ്റ്റ് ആയിരുന്നു രാവിഷ് കുമാർ. അദാനി വന്ന് NDTV പർച്ചേസ് ചെയ്ത് അതിനുശേഷം അതിന്റെ അടുത്ത ദിവസം എന്താണ് രാജിവെച്ചിറങ്ങിയ ആളാണ് രാവിഷ് കുമാർ. പുള്ളിക്കാരൻ എഴുതിയ പുസ്തകമാണ് ഫ്രീ വോയിസസ്. ഭയങ്കര എന്താണ് എങ്ങനെയാണ് ഈ പ്രസ്, എങ്ങനെയാണ് മീഡിയ, എങ്ങനെയാണ് ആൾക്കാരുടെ ഒപ്പീനിയൻസിനെ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഐഡിയ ആണ് ഫ്രീ വോയിസിലൂടെ രാവിഷ് കുമാർ പറയുന്നത്. ഓക്കെ, ഡെമോക്രാറ്റിക് കൺസോൾട്ടേഷൻ. ഡാൽ ആർഗ്യൂഡ് ദാറ്റ് പോളിയാർക്കി ഇസ് നോട്ട് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ബട്ട് റാദർ എ പ്രോസസ് ഓഫ് ഡെമോക്രാറ്റിക് കൺസോൾട്ടേഷൻ. അപ്പൊ എന്താണ്, ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് അല്ല, അതെന്താണ്, ഒരു കൺസോൾട്ടേഷൻ ആണ്. ഈ ഡെമോക്രസിയുടെ ഒരു കൺസോൾട്ടേഷൻ ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരേ കണക്ക് നിൽക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ,
Criticism of deformed polyarchy. Critics argue that Dahl deformed polyarchy theory does not adequately address issues of economic inequality and influence of money in politics. അപ്പം എന്താണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുള്ളി എന്താണ് പൊളിറ്റിക്സ് എന്താണ് ഭയങ്കര എന്താണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെ എല്ലാവരും ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമായിട്ട് പുള്ളി പറയുന്നത് എന്താണ്, ക്രിട്ടിക്കൽ പറയുന്നത് എന്താണ്, പുള്ളി അതിന്റെ ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവ് പറയുന്നില്ല എന്നാണ്. ഓക്കെ, they claim that the concept of polyarchy may still perpetuate the dominance of elites and it failed to address the needs and interests of marginalized group. പിന്നെ ഒരു ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം കോമ്പീറ്റ് ചെയ്യാൻ വിട്ടാൽ അവിടെ എന്തിന് ചാൻസ് ഉണ്ട്, ഈ പറയുന്ന രീതിയിൽ എലൈറ്റുകൾ തന്നെ വീണ്ടും അധികാരം പിടിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ വോയിസ് കേൾക്കാതിരിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഒരു ക്രിട്ടിക്. പിന്നെ റോബർട്ട് ഡാലിന്റെ ഇമ്പോർട്ടന്റ് ബുക്സ് ആണ് ഈ മൂന്ന്, പ്രിഫേഴ്സ് ടു ഡെമോക്രാറ്റിക് തിയറിയും ഹൂ ഗവേൺസും ഡൈലമാസ് ഓഫ് പ്ലൂറലിസ്റ്റ് തിയറിയും. ഓക്കെ, ഇത് മൂന്നും റോബർട്ട് ഡാലിന്റെ ഇമ്പോർട്ടന്റ് ബുക്സ് ആണ്. ഈ പ്രിഫേഴ്സ് ടു ഡെമോക്രാറ്റിക് തിയറി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ബുക്ക്. ഓക്കെ, ഇതിലാണ് പുള്ളി പ്ലൂറലിസ്റ്റ് പോളിയാർക്കിക്കൽ ഐഡിയ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ബാക്കി ഇതിനകത്ത് ഒരു പോർഷൻ കൂടി പോകാം. അടുത്ത ക്ലാസ്സിൽ ആ പോർഷൻ എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.